സൗദിയിൽ ചാർജിംഗ് പോർട്ടുകളുടെ ഏകീകരണത്തിന്റെ ആദ്യഘട്ടത്തിന് തുടക്കമായി. മൊബൈൽ ഫോണുകൾക്കും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും ഇനി സി ടൈപ്പ് ചാർജർ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. പദ്ധതിയുടെ രണ്ടാം ഘട്ടം അടുത്ത വർഷമായിരിക്കും ആരംഭിക്കുക. മൊബൈൽ ഫോണുകൾക്കും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും ഏകീകൃത ചാർജിംഗ് പോർട്ടുകൾ കൊണ്ടുവരുന്ന പദ്ധതിക്കാണ് തുടക്കമായത്. ഇത്തരം ഉപകരണങ്ങൾക്ക് ഇനി സി ടൈപ്പ് ചാർജർ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. പദ്ധതിയുടെ ആദ്യഘട്ടത്തിനാണ് സൗദിയിൽ തുടക്കമായത്. അടുത്ത വർഷം ഏപ്രിൽ 1 മുതലായിരിക്കും രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ. സൗദി സ്റ്റാൻഡേർഡ് മെട്രോളജി ആൻഡ് ക്വാളിറ്റി ഓർഗനൈസേഷനും കമ്മ്യൂണിക്കേഷൻ സ്പേസ് ആൻഡ് ടെക്നോളജി കമ്മീഷനും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മൊബൈൽ ഫോൺ, ടാബ്ലറ്റ്, ഡിജിറ്റൽ ക്യാമറകൾ, ഇ റീഡറുകൾ, പോർട്ടബിൾ വീഡിയോ ഗെയിം കൺസോളുകൾ, ഹെഡ്ഫോണുകൾ, ഇയർഫോണുകൾ, ആംപ്ലിഫയർ, കീബോർഡ്, മൗസുകൾ, പോർട്ടബിൾ നാവിഗേഷൻ സിസ്റ്റം, സ്പീക്കറുകൾ, വയർലെസ് റൗട്ടർ എന്നീ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കാണ് ഇന്നു മുതൽ സി ടൈപ്പ് ചാർജിംഗ് പോർട്ടുകൾ നിർബന്ധമാക്കിയത്. അടുത്ത വർഷം മുതൽ ലാപ്ടോപ്പുകൾ അടക്കമുള്ള ഉപകരണങ്ങൾക്കും സി ടൈപ്പ് നിർബന്ധമാക്കും. ചാർജിംഗ് പോർട്ടുകൾ ഏകീകരിക്കുന്ന നിർദ്ദേശം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിന് മന്ത്രാലയം പുറത്തിറക്കിയിരുന്നു. ഗുണനിലവാരം വർദ്ധിപ്പിക്കുക, പരിസ്ഥിതി സംരക്ഷണം എന്നിവയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാവുന്നതോടെ പ്രതിവർഷം നിരവധി ചാർജുകളും കേബിളുകളും ലാഭിക്കാൻ കഴിയും. ഇതിലൂടെ 17 കോടി റിയാലിന്റെ അധിക ചെലവും തടയാം. വർഷത്തിൽ 15 ടണ്ണോളം ഇലക്ട്രോണിക്സ് മാലിന്യമാണ് നിലവിൽ രാജ്യത്ത് ഉണ്ടാകുന്നത്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്.